പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയിലെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ കരുണ, കർത്താവിൻ്റെ വലിയ ദയയാണ് ഈ ശുശ്രൂഷകളെല്ലാം. ഈ ശുശ്രൂഷകൾ സഖിയോൻ മിനിസ്ട്രീസിൻ്റെ നേതൃത്വത്തിൽ സഖിയോൻ ധ്യാന കേന്ദ്രം, അതേപോലെ തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന് വേണ്ട വലിയൊരു കൂട്ടായ്മയാണ്. 100 കണക്കിന് ആൾക്കാർ ഓരോ ശുശ്രൂഷകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഒരുപാട് മേഖലകളിലാണ് ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകളെക്കുറിച്ച് നിങ്ങൾ കുറച്ച് പേരോട് പറയുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പോൾ നമ്മളിതെല്ലാവരും കാണുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള വ്യക്തികൾ, അങ്ങനെയൊക്കെ ഉള്ളവരെ ഫോൺ വിളിച്ച് അറിയിക്കണം, എന്താ വിഷയം തുടങ്ങാറായി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ പലപ്പോഴും പല സാക്ഷ്യങ്ങളും കാണുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, ആരെങ്കിലുമൊക്കെ പറഞ്ഞു അഭിഷേകം നീ കാണുക, എപ്പിസോഡുകൾ കാണുക, അങ്ങനെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ച സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും തീർച്ചയായിട്ടും ഇതിൻ്റെ ശുശ്രൂഷകർ, ഇതിനകത്ത് സംബന്ധിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഇതിൻ്റെ ശുശ്രൂഷകർ കൂടെയാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഈ കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സേവർക്കാൻ മറ്റാഴ്ച പണ്ട് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞാനത് ചിലത് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ശക്തമായ ഡെലിവറൻസ് ഉണ്ടാവും, ശക്തമായ ഹീലിംഗ് ഉണ്ടാവും, ശക്തമായ ഇന്നർ ഹീലിംഗ് ഉണ്ടാവും, വലിയ കൃപാവരത്തിൻ്റെ അഭിഷേകം സംഭവിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു ആന്തരിക സൗഖ്യ ആരാധനയിൽ സംബന്ധിക്കണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനകൾ കൂടണമെന്നില്ല.
അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രയറിൽ കൂടണമെന്നില്ല. ആത്മാവിന്റെ അഭിഷേകം വന്നാൽ ഇതെല്ലാം ഒറ്റയടിക്ക് നടക്കും. അതാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ പ്രത്യേകത. അവിടുന്ന് അഗ്നിയിൽ എഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ. അതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. അഭിഷേകത്തിന്റെ ശക്തിയാൽ നുകങ്ങളും കെട്ടുകളും തകരും. അതെല്ലാം വചനാധിഷ്ഠിതമാണ്. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. വലിയൊരു അനോയിന്റിങ് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹീലിംഗും ഡെലിവറൻസും എല്ലാം നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, അങ്ങ് വചനത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശ്വസിക്കുന്നു. വചനം ദൈവമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ കർത്താവേ, പരിശുദ്ധാത്മാഭിഷേകം വെളിപ്പെടുന്നിടത്ത് കർത്താവേ, ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമാണെന്ന് വിശ്വസിക്കുന്നു. ആത്മാവേ വ്യാപരിക്കണമേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ഓ കർത്താവായ ദൈവമേ, വലിയ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ ശക്തമായ ഡെലിവറൻസ് ഉണ്ടാകും. ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, പൈശാചിക പീഡകൾ ഒഴിഞ്ഞു പോകും. ഓ കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷയെ സംബന്ധിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ ഏതെങ്കിലും പൈശാചിക പീഡകളാൽ ക്ലേശിക്കുന്നുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ കെട്ടുകൾ അഴിഞ്ഞ് മുട്ടുകൾ ഭാവിക്കട്ടെ. ഇറങ്ങി വന്നതുപോ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. യോർദാൻ നദിയിൽ ഇറങ്ങി വന്നതുപോ അഭിഷേകത്തിൻ നിറവായി നീ വരണേ. സാത്താൻ ശക്തിയെ തകർത്തിടാ, ബന്ധനമെല്ലാം അഴിച്ചിടാ. സാത്താൻ ശക്തിയെ തകർത്തിടാ, ബന്ധനമെല്ലാം അഴിച്ചിടാ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഓ കർത്താവായ ദൈവമേ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിൽ അവരിറങ്ങിയപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സംഭവിച്ചല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നേ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഏത് സമയത്ത് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും കർത്താവേ, അവർ രോഗികളാണെങ്കിൽ, അവർ ഏതെങ്കിലും തടസ്സങ്ങളിൽപ്പെട്ട് അലയുന്നവരാണെങ്കിൽ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ വലിയ ഉണർവിനാൽ ഇപ്പോൾ രോഗപീഠകൾ അഴിഞ്ഞ് പുതുതൽ ഭാവിക്കട്ടെ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൽ കാറ്റായി വീസണമേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൽ കാറ്റായി വീസണമേ. ലോകശക്തിയെ തകർത്തിടാ, ലോകശക്തിയെ തകർത്തിടാ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. ഇപ്പോൾ ഇവിടെ സംഭവിക്കട്ടെ. ലോകശക്തിയെ തകർത്തിടാ, പാപശക്തിയെ തകർത്തിടാ. അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണം. കൈകൾ ഉയർത്തി. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ലോകം മുഴുവൻ മനസ്സിന്റെ മുറിവുകളുണ്ട്, മനസ്സിന്റെ വേദനകൾ മാറട്ടെ. വലിയ ആന്തരിക സൗഖ്യം ഹൃദയത്തിന്റെ ഭാരം നീങ്ങട്ടെ. ഹൃദയത്തിന്റെ ഭാരം ഈശോ മാറ്റുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നിറവിൽ ദുഃഖം സന്തോഷമായി മാറുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നല്ല അഭിഷേകത്തോടെ നിറവോടെ
കർത്താവിന് മുമ്പിൽ നമുക്ക് വചനത്തിന് വേണ്ടി ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പിടികൂടുന്നത് രക്ഷിക്കാനാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സാധാരണ ഇങ്ങനത്തെ പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ പിടികൂടുക എന്നൊക്കെ പറയുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പൊതുവെ അതിൻ്റെ ഒരു സെൻസ് അല്ലേ. കള്ളനെ ഓടിച്ചിട്ട് പിടികൂടി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില മനുഷ്യർ നിന്നെ എന്തോ ഒരു ബാധ പിടികൂടിയിട്ടുണ്ട്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ പിടികൂടുക എന്ന് പറയുന്നത് ശിക്ഷിക്കാനാവാം, നശിപ്പിക്കാനാവാം, അങ്ങനത്തെ പല സെൻസുകൾ എടുക്കാൻ പറ്റിയൊരു സെന്റൻസ് ആണ്. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു സംഗതി വന്ന് നമ്മളെ പിടികൂടിയാൽ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മനോഹരമായ വചനം നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമാണ്. സക്കറിയ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 6-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 1:6. നിങ്ങളുടെ പിതാക്കന്മാർ അവരെവിടെ? പ്രവാചകന്മാർ അവരെക്കാലവും ജീവിച്ചിരിക്കുമോ? എങ്കിലും എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ ഞാൻ നൽകിയ സന്ദേശവും കൽപ്പനകളും നിങ്ങളുടെ പിതാക്കന്മാരെ പിടികൂടിയില്ലയോ? അപ്പോൾ അവർ അനുതപിച്ചു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഈ സക്കറിയ പ്രവാചകന് മുൻപ് ഒരുപാട് പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാരോട് സംസാരിച്ചു. ആ പ്രവാചകന്മാരെല്ലാം മരിച്ചുപോയി. ഒരുപക്ഷെ ഇവരുടെ മുൻ തലമുറയുടെ പിതാക്കന്മാരും മരണമടഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. എന്നാൽ ആ പ്രവാചകന്മാർ പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചില്ലെങ്കിലും ഇവർ പറഞ്ഞു വെച്ച ആ വചനം ഉണ്ടല്ലോ, ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ വചനം അവരെ അങ്ങോട്ട് പിടികൂടി. എന്നിട്ട് അവർ അനുദപിച്ചു, അവർ രക്ഷപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് വചനത്തിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അതിന് നമ്മളെ പിടികൂടാൻ ഒരു കഴിവുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കഴിഞ്ഞില്ല, നമ്മളെ രക്ഷിക്കാൻ ഒരു കഴിവുണ്ട്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ ചില വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ കേൾക്കുമ്പോൾ യാതൊരു അനുഭവം തോന്നണമെന്നില്ല. ഈ അഭിഷേകത്തിന്റെ ടോക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അനുഭവം തോന്നണമെന്നില്ല. നിങ്ങൾ വലിയൊരു കൺവെൻഷൻ സംബന്ധിക്കുന്ന ഒരു അനുഭവം തോന്നണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഇങ്ങനെ കിടക്കും. ഒരു സമയം കഴിയുമ്പോൾ നീരാളി വന്ന് പിടികൂടുന്നത് പോലെ ഈ വചനം നമ്മളെ അങ്ങോട്ട് പിടികൂട്ടും. പിടികൂടിയ സത്യമാണോ, അത് രക്ഷിക്കാതെ പിന്നെ പോവുകയില്ല. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഓർമ്മയുള്ള ഒരു ഉദാഹരണം, ഒരു ഓർമ്മ പുതുക്കൽ നടത്താം. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പിന്നാലെ നടന്ന് എല്ലാ ദിവസവും പറയുമായിരുന്നു. എന്താ പറഞ്ഞുകൊണ്ടിരുന്ന വചനം? ലോകം മുഴുവൻ നേടിയാലും അല്ലയോ ഫ്രാൻസിസ്, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? ആദ്യ ദിവസം പറഞ്ഞ പരിശുദ്ധ ഫ്രാൻസിസിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. എന്നാൽ വരും ദിവസങ്ങളിലെല്ലാം ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഒരു സമയം കഴിഞ്ഞപ്പോൾ ഈ വചനം വന്ന് വിശുദ്ധ ഫ്രാൻസിസിനെ അങ്ങോട്ട് പിടികൂടിയിട്ട് വിശുദ്ധ ഫ്രാൻസിസിൽ ഉണ്ടായിരുന്ന ലോകവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി, വചനം കറ തീർത്ഥങ്ങൾ രൂപാന്തരപ്പെടുത്തി, എന്നിട്ടൊരു വിശുദ്ധനാക്കി മാറ്റി, അനേക ആത്മാക്കളെ യേശുവിലേക്ക് എത്തിക്കുന്ന മഹാവിശുദ്ധനാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനത്തിന്റെ പ്രത്യേകത, ഇതിങ്ങനെ കൊടുത്തിട്ടാൽ മതി, ഒരു സമയം കഴിയുമ്പോൾ ഇത് വന്ന് നിങ്ങൾ പിടികൂട്ടും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ നമ്മളൊരു ഗുളിക കഴിച്ചു, ഒരു മെഡിസിൻ കഴിച്ചു, കഴിയുമ്പോഴത്തേക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോൾ അത് സെല്ലിലൂടെ എല്ലാം പോയി ഇങ്ങനെ പിടികൂടും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വചനവും. എൻ്റെ സഹോദരങ്ങളെ, ജെറമിയ പ്രവചനത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 16-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 16:16. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് അരുളി ചെയ്യുന്നു, പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സുന്ദരമായ വചനമാണ്. അതായത് ദൈവം ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട്,
ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് ദൈവം 2 കൂട്ടരെ വിളിക്കുമെന്ന് പറയുകയാണ്. മീൻപിടുത്തക്കാരെ വിളിക്കും, നായാട്ടുകാരെ വിളിച്ചു വരുത്തും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഏതെങ്കിലും ഒരു മീനിന് പിടിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഏതെങ്കിലും മൃഗത്തിന് പിടിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. എന്നാൽ മീൻപിടുത്തക്കാരൻ ചൂണ്ടയിട്ട് അതിനെ പിടിക്കുന്നത് പോലെ, ഒരു വേട്ടക്കാരൻ പല വിധത്തിൽ കെണി ഒരുക്കി ആ ഒരു ജീവിയെ പിടിക്കുന്നത് പോലെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനമുള്ള ഒരു ദൈവ പൈതൽ, അത് ആരുമാകാം. അത് പ്രവാചകനാകണം നിർബന്ധമില്ല. സാധാരണ ഒരു ചെറിയ കുട്ടി മതിയായിരിക്കാം. ഒരു യുവാവാകാം, യുവതിയാവാം, കുടുംബജീവൻ നയിക്കുന്നവരല്ലാത്തവരാകാം. വൈദികന് സമർപ്പിതനാകണം നിർബന്ധമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഉള്ള ഒരു വ്യക്തി ഈ വചനം ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ, ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, വചനം കൊടുത്തുകൊണ്ടിരുന്നാൽ, ഒരു സമയം കഴിയുമ്പോൾ അവരെ പിടികൂടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വചനമില്ലാത്തവന് അങ്ങനെ അധികം പിടികൂടാൻ പറ്റില്ല എന്നും കൂടെ നമ്മൾ അതിൻ്റെ ഒരു മറുവശം ചിന്തിക്കണം. ഒരുപാട് വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. അവനെ പിടികൂടാൻ പറ്റിയൊരു വചനം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കൊടുത്തിടണം. ചിലപ്പോൾ ആവർത്തിച്ച് കൊടുക്കേണ്ടി വരും. ഒരു സമയം കഴിയുമ്പോൾ അത് പിടികൂടി ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് വരും. ഇപ്പോൾ കടലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില സംഗതികൾ അതിങ്ങനെ മാന്തി എടുത്തുകൊണ്ട് വരുന്ന പോലെ, ചെന്നങ്ങോട്ട് മാന്തി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോലെ വചനം പിടിച്ചോണ്ട് വരും. അങ്ങനെ വിടുക, വചനം ഇങ്ങനെ പിടിച്ചോണ്ട് വരും. വചനം അയക്കുക, പിടിച്ചിട്ട് വരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനത്തിൽ 55-ാമത്തെ അധ്യായത്തിന്റെ 10, 11 തിരുവചനങ്ങൾ ഒരുപാട് കേട്ടുള്ള വചനമാണെങ്കിലും ഒരു ഓർമ്മ പുതുക്കൽ നല്ലതാണ്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു മെഷീനെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഒരു ഉത്തരവാദിത്വം അല്ലേ? അതാണ് ഓരോ വചനത്തിനും ഒരു ഉത്തരവാദിത്വമുണ്ട്, ഓരോ വചനത്തിനൊരു ദൗത്യമുണ്ട്. ആ ഏൽപ്പിക്കുന്ന ദൗത്യം ആ വചനം നിറവേറ്റും. അങ്ങനെ വചനം പുറപ്പെട്ടു. ഒരു പെരുമ്പാമ്പ് ഇരയെ പിടികൂടുന്നത് എന്തിനാ? അവിടെ അതിനെ ആഹരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വചനം പോയി പിടികൂടി അതങ്ങ് രക്ഷിച്ചുകൊണ്ട് വരും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനത്തിന്, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിന്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഭിഷേകാന്തി പ്രോഗ്രാം തന്നെ കാണുന്നു. ഈ പ്രോഗ്രാമിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം. അത് നമ്മളെ പിടികൂടുമെന്ന് വിശ്വസിക്കണം. ഞാൻ ഓർക്കാണ്, ഒരു ചേച്ചിയുടെ സാക്ഷി ഓർക്കാണ്. ആ ചേച്ചി ദൈവത്തിൽ ഇതേപോലെ അഭിഷേകാന്തി വിശ്വസിച്ച വചനത്തിൽ രക്ഷിക്കാൻ കഴിയുന്ന അങ്ങ് വിശ്വസിച്ചു. ദൈവം അതേപോലെ കേട്ടുവിട്ടു. നമുക്കൊരു സാക്ഷി ഒന്ന് കേൾക്കാം. എൻ്റെ പേര് മേരി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ പാറത്തോട് സെൻറ് ജോസഫ് ഇടവകയിലെ അംഗമാണ്. എനിക്ക് 2 വർഷമായിട്ട് എൻ്റെ പുറത്ത് ഒരു ഗുളിക വലിപ്പത്തിൽ കഠിനമായ വേദന വരുമായിരുന്നു. ഈ വേദനയുടെ തീവ്രത കൂടുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയല്ല, ഛർദ്ദിക്കാൻ വരും, ഛർദ്ദിക്കും, ബോധം കെട്ട് വീഴും. അങ്ങനെ ഞാൻ പെയിൻ കില്ലേഴ്സ് എടുത്തു തുടങ്ങി. ദൈവം പോയാൽ തന്നെ കൂടി ഒരു ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞാൽ ഛർദ്ദിച്ചങ്ങനെ ബോധം കെട്ട് അവിടെ വീഴും. അതുപോലെ വേദനയുള്ളവരുടെ കുറവായിരിക്കും. വേദന വരും, പക്ഷെ ഇത് വേദന കൂടിയ ഛർദ്ദിച്ച് ബോധം കെട്ട് വീഴുന്ന പോലെ അതികഠിനമായ വേദന. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. വേദന കുറയും, പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടൊന്നും വേദന പോകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് USG സ്കാനിങ്ങിന് എഴുതി. ആ സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ പിത്താശയത്തിൽ മൾട്ടിപ്പിൾ സ്റ്റോൺസ് ആണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുകയുണ്ടായി. അങ്ങനെ ആ സ്കാനിങ് റിപ്പോർട്ടെല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതാ നോക്കിയേ, ആ സ്കാനിങ് റിപ്പോർട്ടാണ്. അതായത് ഈ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എന്താ ഡോക്ടർമാർ എന്താ പറഞ്ഞത്? പിത്താശയത്തിൽ മൾട്ടിപ്പിൾ സ്റ്റോൺസ് ആണ്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ അല്ലേ? അതെ, മൾട്ടിപ്പിൾ. അതായത് പിത്താശയം നിറച്ചും കല്ല് അല്ലേ, കുറേ കല്ലുകൾ. എന്നിട്ട് അപ്പോൾ എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ പിത്താശയത്തിൻ്റെ കല്ലുമായിട്ട് അവിടെ ചെന്നു. ഓൾറെഡി ഒരു സ്കാനിങ് നടത്തിയതാണ്. അപ്പോൾ പിത്താശയത്തിൽ കല്ല് എല്ലാം ഡോക്ടർ വെരിഫൈ ചെയ്തു. ഇത് കല്ലാണ്, ഇത് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അയ്യോ അതിന് പേടി ഇച്ചിരി ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ എന്നോട് ഒന്നുകൂടെ CT സ്കാനും
അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്കാനിങ് ഡേറ്റ് എനിക്ക് കിട്ടിയത് ഒരു 20 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൂടെ അഭിഷേകാഗ്നി കാണാറുണ്ടെങ്കിലും ഒന്നുകൂടെ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ച്. അപ്പോൾ ഈ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഇനി സ്കാൻ എടുക്കുമ്പോൾ ഈ പിത്താശയം നിറച്ചും കല്ലാണ്, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ല. ഇങ്ങനെ കരഞ്ഞ് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് യൂട്യൂബിൽ അഭിഷേകാഗ്നി അങ്ങോട്ട് കണ്ടു അന്ന് വന്നിട്ട്. ആ അഭിഷേകാഗ്നിയിലൂടെ ഞാൻ ഈശോനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ മരുന്ന് കുടിച്ചാലും വേണ്ടില്ല, എനിക്ക് ഓപ്പറേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരുവാണെങ്കിൽ ഞാൻ അഭിഷേകാഗ്നി എവിടെ ഉണ്ടോ അവിടെ എങ്ങനെയാലും അവിടെ എത്തി ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു. എനിക്ക് ഈ ഓപ്പറേഷൻ ഒന്ന് മാറ്റി തരണം, മരുന്ന് വേണമെങ്കിൽ കുടിച്ചോളാം, അതൊന്നും സാരമില്ല, പക്ഷേ ഈ ഓപ്പറേഷൻ എനിക്ക് പറ്റില്ല കർത്താവേ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും മാറ്റി തന്നാൽ അഭിഷേകാഗ്നി എനിക്ക് എത്തിപ്പെടാവുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് ഈശോയോട് ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങനെ പറഞ്ഞ്. അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് വേദനയില്ല. അങ്ങനെ ഞാൻ 20ാമത്തെ ദിവസം മെഡിക്കൽ കോളേജിലെത്തി 2ാമത്തെ സ്കാനിങ് ചെയ്തു. പിന്നത്തെ സ്കാനിങ്ങിന്റെ സമയം വന്നപ്പോൾ ഈ കുട്ടി ആ 20ാം ദിവസം പോയി അടുത്ത സ്കാനിങ് ചെയ്തു. ഒരു CT സ്കാനിങ് ചെയ്തു, അൾട്രാസൗണ്ടും ചെയ്തു. ആ സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ പിത്താശയത്തിൽ ഒരു കല്ലുകളും ഇല്ല എന്നാണ്. ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താ പറഞ്ഞത്? ഒറ്റ കല്ലുകളില്ല, ഒറ്റ കല്ല് പോലും ഇല്ല. അങ്ങനെയാണ് കൈയടിക്കേണ്ടത്. ഒരൊറ്റ കല്ല് പോലും ശരീരത്തിൽ. അതേപോലെ ഞാൻ പോലും അറിയാതെ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞത് 26ാമത്തെ ദിവസമാണെന്നാണ് നിങ്ങളോട് സന്തോഷത്തോടെ പറയാനുള്ളത്. അതിനുശേഷം അഭിഷേകത്തിന് കാണാൻ നിർത്തിയോ? ഇല്ല, ഇപ്പോഴും കാണാറുണ്ട്. ആ പറച്ചിൽ എനിക്ക് മനസ്സിലായി, ശരിക്കുള്ള സ്നേഹമുള്ള കുട്ടിയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമാണോ? എന്നാ കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങൾ, ആ സാക്ഷ്യത്തിൽ കണ്ട ചേച്ചിയുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് അന്ന് വൈകുന്നേരം വരുമ്പോൾ ആത്മാവൊരു തോന്നല്, ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കണം. അപ്പോൾ ഒരു വചനം മാത്രമല്ല, ഒരു ശുശ്രൂഷയെ സംബന്ധിക്കുകയാണ്, വചന ശുശ്രൂഷയെ സംബന്ധിക്കുകയാണ്. ദൈവം രക്ഷിക്കും, അതിന് കഴിവുണ്ട്, വചനത്തിന് കഴിവുണ്ട്. കാരണം സഭ പഠിപ്പിക്കുന്ന ഓരോ വചനവും ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കാൻ പറ്റാത്ത വിധം കർത്താവിന്റെ കാര്യം കുറുകി പോയിട്ടില്ലെന്നല്ലേ പ്രവാചകന്റെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എല്ലാ വിധത്തിലും, ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും, നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിലും ആത്മാവിന്റെ കാര്യത്തിലും ഒരുപോലെ ഇതിനെ രക്ഷിക്കാൻ കഴിയും. റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനം, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 16, ശ്ലീഹ പറയാണ്, സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോൾ വചനത്തിൽ ആര് വിശ്വസിച്ചാലും, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരും ക്രിസ്ത്യാനികളാകണമെന്നില്ല. ആദ്യമായിട്ട് വചനം കേൾക്കുന്നവരുണ്ടാകാം, വിജാതിയരുണ്ടാകാം. പക്ഷേ ഈ വചനത്തിൽ ശരണപ്പെട്ട വിശ്വസിച്ചാൽ അത് നമ്മളെ രക്ഷിച്ചുകൊണ്ട് പോകും. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിന് 1-ാം തിരുവചനം, 1 Corinthians chapter 15 verse 1, സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യുന്നതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളുടെ പ്രസംഗിച്ചെന്ന് നിങ്ങളെ അനുസ്മരിക്കാം. അപ്പോൾ പൗലോസ്ലീഹ പറയാണ്, ഞാൻ എങ്ങനെ പ്രസംഗം നിങ്ങൾ ഓർക്കണം. ഇതിൻ്റെ പ്രത്യേകത എന്നാ? ഇത് നമ്മുടെ അടിസ്ഥാനമാണ്, ഇത് നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്ര അനുഗ്രഹമാണ് സഹോദരൻ. നമ്മൾ വചനം വായിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ ഈ വചനം പിന്നെ നമ്മളെ എങ്ങനെ എപ്പോഴെങ്കിലും വെച്ച് പിടികൂടും. നമ്മൾ വേറൊരാൾക്ക് വചനം കൊടുത്താൽ ആ വചനം പോയി പിടികൂടും. എന്നിട്ട് പിന്നെ വചനത്തിന് അറിയാം എങ്ങനെ രക്ഷിക്കുകയാണ്. കാരണം വചനം ദൈവമാണ്. ദൈവം ഈ വ്യക്തിയെ പിടികൂടി രക്ഷിച്ച് എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് എത്തിക്കും.
യാക്കോബസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഈ കാര്യം കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. സെന്റ് ജെയിംസ് ചാപ്റ്റർ 1:21 നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് വചനം വെളിപ്പെടുത്തുകയാണ്, നിങ്ങൾ പാകിയിരിക്കുന്നത്, നിങ്ങൾ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം, അതിന് വിനയപൂർവ്വം സ്വീകരിക്കണം, പാപം ഉപേക്ഷിക്കണം, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അവിടെ പറയാണ്, അതായത് ഒരു വചനമെന്ന് പറഞ്ഞൊരു വിത്താണ്. ആ വിത്ത് പാകിയാൽ കുറച്ച് കഴിയുമ്പോൾ അത് മുളച്ചൊരു തൈ ആകുന്നത് പോലെ ഒരു വചനം ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ പതുക്കെ പൊട്ടി മുളച്ച് റെഡിയായി ആ ആത്മാവിനെയൊക്കെ വേർതിരിച്ച് ശരിക്കും ആക്കി രക്ഷിച്ചു കൊണ്ടുപോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ഓരോ സഹോദരന്മാരും, ഒന്ന്, നമ്മൾ ധാരാളം വചനം ഇങ്ങനെ വായിക്കണം. ചില വചനം നമ്മളെ പിടികൂടും. അതേപോലെ തന്നെ നമ്മളെ സ്പർശിക്കുന്ന ചില വചനങ്ങളുണ്ടാവും, ഭയങ്കര ടച്ച് ചെയ്ത ചില വചനങ്ങളുണ്ടാവും. ആ വചനങ്ങളൊക്കെ നമ്മൾ വേറെ ആൾക്ക് കൊടുത്തു നോക്കിയാൽ നമ്മളെ രക്ഷിച്ച വചനമൊക്കെ നമ്മൾ ഒരാൾക്ക് കൊടുത്തോണ്ടല്ലോ, അത് ഇങ്ങനെ ചാട്ടുളി കയറുന്നത് പോലെ സാക്ഷ്യ വചനം അതുപോലെ അവനെ കയറിപ്പിടി ആ വ്യക്തിയെ രക്ഷിക്കുന്നതിന് സഹായകമായിട്ട് തീരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 32-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ ഞാൻ കർത്താവിന് അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു, നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് യാത്ര പറഞ്ഞ് പിരിയണ സമയത്ത് ഒരു ആശ്വാസം കൊടുക്കുക, നിങ്ങളെ ഞാൻ കർത്താവിന്, പിന്നെയോ അവിടുത്തെ കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഭാരം ഏൽപ്പിച്ച എനിക്കൊരു ഉത്തരവ്, എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്കിതിനകത്തൊരു ഒരു ഉത്കർഷം കർത്താവ് തരുമെന്ന് മാത്രമല്ല, വിശുദ്ധരുടെ ഇടയിൽ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്താൻ ഈ വചനത്തിന് കഴിയും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മളെ കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട ആൾക്കാരെങ്കിലും എവിടെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അല്ലേ, അല്ലെങ്കിൽ ഒരു അപകടം വരാത്ത സ്ഥലത്ത് ഭരമേൽപ്പിക്കും എന്ന് പറയുന്നത് പോലെ ജീവിതത്തെ വചനത്തിന് ഭരമേൽപ്പിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ രക്ഷ എല്ലാ തലങ്ങളിലും നമ്മൾ ദർശിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ തുറന്നു പിടിച്ച് ഓരോരുത്തരും നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വലിയൊരു കൃപയുടെ അഭിഷേകം ഇവിടെ തുറന്നു തരും. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ദൈവമേ, പലപ്പോഴും വചനം വായിക്കുന്ന സമയത്ത് കർത്താവെ ഒരു മടുപ്പ്, ക്ഷീണം, മന്ദത, ഉറക്കം, താല്പര്യമില്ലായ്മ, അതുപോലെയുള്ള ഒരുപാട് വിഷമങ്ങൾ ക്ലേശിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവം, വചനത്തോട് വലിയൊരു ദാഹം, വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്, വചനത്തിന് വേണ്ടിയുള്ള ദാഹവും വിശപ്പും ഇപ്പോൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വചനത്തെ അവഗണിച്ചതിനെ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. കർത്താവ് വചനത്തോടുള്ള വലിയൊരു ഉണർവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം വായിക്കാന്, വചനം പഠിക്കാന്, വചനം അനേകം കൊടുക്കാൻ ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മടി, കർത്താവ് എല്ലാ വിധത്തിലുള്ള എല്ലാ ലജ്ജ, ഇതെല്ലാം വിട്ടുമാറട്ടെ. ഓ കർത്താവ്, ഇപ്പൊ ആരൊക്കെയാണ് വചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരവരെല്ലാം വലിയ കൃപയുടെ അഭിഷേകം ചൊരിയട്ടെ. കർത്താവേ, സ്വർഗത്തിന് വലിയൊരു കൃപ വർഷിക്കണമേ. ഞങ്ങളെങ്കിലും ശരണപ്പെടുന്നു, ഞങ്ങളെങ്കിലും ആശ്രയിക്കുന്നു. കർത്താവ്, ഞങ്ങളെ രക്ഷിക്കണമേ. കൈകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനമേ, നീർപ്രവാഹമാ ഒഴുകി വന്നിടൂ ഹൃത്തടങ്ങളിൽ. ദൈവവചനമേ,